സാധാരണയിൽ നിന്നും കൂടുതലായിട്ട് എക്സോസ്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതും അല്ലെങ്കിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് മൈഗ്രെയിൻസ് വരുന്നു. അപ്പോൾ ഇത് സ്ട്രെസ്സ് മാത്രമാണോ? അപ്പം നമുക്കറിയാം ഈ ഡിജിറ്റൽ ഓവർ യൂസ് എന്ന് പറയുന്നത് എത്രത്തോളം ടോക്സിക് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഒരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 6 to 7 hours അല്ലെങ്കിൽ 8 hours വരെ സിസ്റ്റം യൂസ് ചെയ്യുന്നവരാണ്. അതിനേക്കാളും കൂടുതൽ ചിലപ്പോൾ അവർ മൊബൈൽസ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി സിസ്റ്റം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പോലും നമ്മുടെ ഫോൺ യൂസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, ഈവൻ കുട്ടികൾക്ക് പോലും. അപ്പം നമുക്ക് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് എത്രത്തോളം ഇത് ഉണ്ടാക്കുന്ന ഡാമേജ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കുറച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു 20 മിനിറ്റ്സ് കൂടുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തത്, കണ്ണുകൾ ഇൻറ്റൻഷനലി ബ്ലിങ്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈ ഐസും അതിനോടനുബന്ധിച്ചുള്ള ഡിസ്കംഫർട്ടും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. കണ്ണുകൾക്ക് സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട് ഫോണ്ട് സൈസ് വലുതാക്കാനായിട്ട് നമുക്ക് പറ്റും. സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ബ്ലൂ ലൈറ്റ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെയിൻ കുറഞ്ഞിരിക്കും എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് കിടക്കുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും ഫോണ് മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത് കാരണമുള്ള ഡാമേജ് നമുക്കൊരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സാധിക്കും.